കോൺഗ്രസ് ഭരണത്തിലുള്ള നെടുങ്കണ്ടം ഡീലേഴ്സ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ പുതിയ അഴിമതി. കുമളി ബ്രാഞ്ച് മാനേജർ 1,28,00,000 രൂപ തട്ടിയെടുത്തു. ഭരണസമിതിയുടെ പരാതിയിൽ മാനേജറായിരുന്ന ചക്കുവള്ളം സ്വദേശി വൈശാഖ് മോഹനെതിരെ കുമളി പോലീസ് കേസെടുത്തു. നെടുങ്കണ്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സൊസൈറ്റിക്ക് കുമളി, കട്ടപ്പന, അടിമാലി എന്നിവിടങ്ങളിൽ ശാഖകളുണ്ട്. 2021 മുതൽ 24 വരെ കുമളി ശാഖയിലെ മാനേജരായിരുന്നപ്പോഴാണ് വൈശാഖ് 1,49,00,000 രൂപ തട്ടിയെടുത്തത്. വൈശാഖിന്റെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ മതിയായ രേഖകളില്ലാതെ വായ്പ അനുവദിച്ചും ചിട്ടിയിൽ നിന്നുള്ള തുക തിരിമറി നടത്തിയും പണം തട്ടിയെടുത്തു. വായ്പ തിരിച്ചടയ്ക്കാൻ നൽകിയ തുക മരിച്ചയാൾക്ക് ചിട്ടിപ്പണമായി നൽകിയെന്നുവരെ രേഖയുണ്ടാക്കിയിട്ടുണ്ട്. പലരുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് തുകയും തട്ടിയെടുത്തു. 3 മാസം മുമ്പ് അധികാരമേറ്റെടുത്ത പുതിയ ഭരണസമിതി നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പുകൾ കണ്ടെത്തിയത്. കട്ടപ്പന ശാഖയിൽ മാനേജരായിരിക്കെ 28 ലക്ഷം രൂപയും തട്ടിയെടുത്തിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയതായി സംബന്ധിച്ച വൈശാഖ് രേഖാമൂലം ബാങ്കിന് എഴുതി നൽകിയിട്ടുണ്ട്. ഈ തിരിമറിക്കെതിരെ കുമളി പോലീസിൽ പരാതി നൽകിയതായി ബാങ്ക് അധികൃതർ അറിയിച്ചു. സൊസൈറ്റിയുടെ കുമളി ബ്രാഞ്ച് മാനേജരായിരുന്ന വൈശാഖ് മോഹൻ 1,49,00,000 രൂപയുടെ ഒരു തട്ടിപ്പ് നടത്തിയതായി ബാങ്ക് ഭരണസമിതിക്ക് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 21/5/2024 കുമളി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയുമാണ്. ഇവിടെ നിരവധി ആളുകൾ പൈസ നിക്ഷേപിച്ചിട്ടുണ്ട്. നിക്ഷേപകരൊന്നും ആശങ്കപ്പെടേണ്ട അതിൻ്റെ കാര്യങ്ങളില്ല. ആ നിക്ഷേപിച്ച പൈസയെല്ലാം സുരക്ഷിതമായിരിക്കും. നിക്ഷേപകർക്ക് പൈസ തിരിച്ചു കൊടുക്കും. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 3 മാസമേ ആകുന്നുള്ളൂ. പക്ഷേ 4.5 കോടിയോളം രൂപ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നിക്ഷേപകർക്ക് തിരിച്ച് നൽകിയിട്ടുണ്ട്. ഇവിടെ നിയമവിരുദ്ധമായ ക്രമക്കേടുകൾ നടത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കെതിരെയും പോലീസിൽ പരാതി നൽകുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും. ലക്ഷങ്ങൾ നിക്ഷേപിച്ച സാധാരണക്കാർ പണം തിരികെ ലഭിക്കാൻ ബാങ്കിൽ കയറിയിറങ്ങുകയാണിപ്പോൾ. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ മാസം ഞങ്ങളിവിടെ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടേണ്ട കാലാവധി ഇതുവരെ ഭരണസമിതി മാറി വരുന്നുണ്ട്. കാര്യത്തിൽ ലഭ്യമാകാൻ അതിനെക്കുറിച്ച് യാതൊരു മറുപടിയും ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടി എടുത്ത പൈസയായിരുന്നു. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് എത്രയും വേഗം ഞങ്ങളുടെ പണം തിരിച്ചിട്ടാണ്. പൈസ കൊടുത്തിട്ടുണ്ട്. അത് മേടിച്ച് കുറേശ്ശെ തരാമെന്നോ ഇതുവരെയും തന്നിട്ടില്ല. ഞാൻ എൻ്റെ വൈഫിൻ്റെ ആശുപത്രി ഈടെ 3 ലക്ഷം രൂപ ചിലവായി. അപ്പോൾ ഈ പൈസ തരാമെന്ന് കളിപ്പിച്ചു. ഞാൻ ലാസ്റ്റ് പലിശയ്ക്ക് വഴിയാണ് ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ നടത്തിയത്. വീണ്ടും ഇവിടുത്തെ ഇപ്പോൾ പൈസയ്ക്ക് വന്നപ്പോൾ പറയുന്നത് ഇവിടുത്തെ സെക്രട്ടറി 1.25 കോടിയായിട്ട് തട്ടിപ്പ്. കുമളി ശാഖയിൽ എനിക്ക് ഡെയിലി കളക്ഷൻ ഉണ്ടായിരുന്നു. ഡെയിലി കളക്ഷൻ ചിട്ടിയായിട്ട് ആഴ്ച ചിട്ടി, മാസ ചിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ചിട്ടികളുണ്ടായിരുന്നു. അതിലിപ്പം 2 ഓരോ ലക്ഷത്തിന് 2 ചിട്ടി തീർന്നിട്ട് 2 വർഷമായി. അവർ ഓരോ അവധി പറഞ്ഞിങ്ങനെ മാറ്റി വെക്കുകയാണ്. പിന്നെ പകുതിയായ ചിട്ടികൾ 2 വേറെ 2 ഉണ്ട്. അങ്ങനെ 3.5 ലക്ഷം രൂപ എൻ്റെ അവിടെ കിടക്കുകയാണ്. അവർ ഓരോ അവധി പറയുന്നുണ്ട്. സെക്രട്ടറിയെ വിളിച്ചാൽ കിട്ടത്തില്ല. ഇതേവരെ എനിക്ക് അതിൻ്റെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ നെടുങ്കണ്ടത്ത് നിന്നും നിക്ഷേപകരുടെ പണം ജീവനക്കാരും മുൻ ഭരണസമിതി അംഗങ്ങളും തട്ടിയെടുത്ത കേസിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. 3,66,00,000 രൂപയാണ് ജീവനക്കാരും ഡയറക്ടർമാരും തട്ടിയെടുത്തത്. ഇതിൽ 2 പേരിപ്പോൾ കേരള ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.